ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതമാണല്ലോ നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കേരളമാണ് ഭാരതത്തിലുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ മാറ്റർ കാര്യം പറഞ്ഞു അതന്നെ അതിന്റെ ഒരു രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ ചാടി പറഞ്ഞ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മുടെ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതെങ്കിലും നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഭ്രാന്താണല്ലോ. ഒരു കാര്യം പറയണ എന്റെ ഇടയിൽ മീറ്റിങ്ങിന്റെ ഇടയിൽ വരുന്ന തമാശ കളിക്കണത് ഇതാണ്. ഈ കുടുംബക്കാരുടെ ഇടയിൽ ഒരു ഇതും ഇപ്പൊ പറഞ്ഞത് തൊണ്ടല്ലോ ഉള്ള മറ്റു തുടങ്ങിയപ്പോ നമ്മള് സാധാരണ പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുടുംബിനികളായിട്ടുള്ള നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ ഇതിന്റെ ഒരു പ്രാരംഭം പറഞ്ഞോളൂ. എതുക്ക് இந்த குடும்ப சங்கம் எனக்கு சொல்லி கொடு, நான் கரெக்டா சொல்லி கொடுக்குறேன். നീ വായമൂട്. നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രണ്ടുപേരും സംസാരിച്ച് നമുക്ക് പിന്നെ ഇതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജോലി ഒരു കൂട്ടായി എല്ലാവരും ഐക്യമത്യ കൂടുമ്പോഴാണല്ലോ മഹാബലത്തിലുള്ളത്. ഒരു കുടക്കീഴിൽ ഉള്ളതാണല്ലോ ബലത്തിൽ. ഇല്ല, അത് മനസ്സിലായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ ഒരു അച്ചാറ് കമ്പനി തുടങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചത്. അച്ചാറ് കമ്പനി. അപ്പോൾ അച്ചാറ് കമ്പനിക്ക് നമ്മുടെ ബഹുമാന്യായ അമ്മയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ദാഷാണി ചെല്ലപ്പാസ് പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. ചെല്ലപ്പാസ് ബ്രാൻഡ് ദാഷാണി പിക്കിൾസ് എന്നാണ് പേര്. വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, നെല്ലിക്ക, ഇഞ്ചി, അങ്ങനെ കുറേ അച്ചാറുകൾ നമ്മളുണ്ടാക്കി വിതരണം ചെയ്യും. ഞങ്ങൾ 3 പേരും കൂടി വിൽക്കും. അപ്പോൾ വേണ്ടത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളുടെ കൈപുണ്യവും അവരുടെ കഠിനാധ്വാനം. രാപ്പകലില്ലാതെ നിങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ നമ്മുടെ ഈ അച്ചാറ് കമ്പനീനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നറിയാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഭാര്യമാരുടെ ഭാഗത്തുനിന്നും അമ്മയുടെ ഭാഗത്തുനിന്നും അണ്ണം പറയണമെന്നില്ല. നമ്മളീ പെട്ടതല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ഇനി പറയാം. നിങ്ങൾ പറഞ്ഞെന്താ വെച്ചാല് അച്ചാറ് കമ്പനീന്റെ കാര്യമാണല്ലോ. അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കണോ, നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു തരൂ, എന്നിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് വിൽക്കൂ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാലേ അമ്മ, ഇപ്പൊ ഞങ്ങള് 3 ആള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സകല പണി എടുക്കുന്ന ആൾക്കാരാണ്. വെളുപ്പിന് 4 മണിക്ക് എണീക്കണോ, എന്നിട്ട് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യണോ, പിള്ളേരെ സ്കൂളിൽ വിടണോ, അത് കഴിഞ്ഞ് മൂപ്പരെ ഡ്രസ്സൊക്കെ അലക്കണോ, തൂത്തുവാരണോ, മൂപ്പരെ നല്ല കുട്ടപ്പനായിട്ട് കയ്യിൽ കർച്ചീഫ് വരെ എടുത്ത് കൊടുക്കണോ. തന്നൊന്നും എടുക്കൂല. അപ്പ വിളിക്കൂ, റസിയാന്ന് വിളിക്കൂ. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കയ്യിൽ കൊണ്ട കൊടുക്കണോ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇതിന്റെ ഇടയിൽ എവിടുന്നാണ് ഞാനിപ്പോ അച്ചാറുണ്ടാക്കാൻ പോണ്ട് എന്നാണ് നിങ്ങൾ പറയണേ? അല്ല, ആ സമയം എന്നൊക്കെ പറഞ്ഞു തന്നാല് ആ സമയത്തൊക്കെ ചെയ്യാലോ. പകലൊഴിവാണല്ലോ. പകലൊഴിവാണ്. പകലെന്താ വെച്ചാൽ ഇവിടെ അടിച്ചു വരണോ, തൂക്കണോ, പിന്നെ അലക്കണോ, അലക്കിയ തുണി മടക്കി വെക്കണോ, അത് തേച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോ വിക്കാണ്. പിന്നെ വിക്കാണ് ഇവിടെ. വെള്ളം എടുത്ത് കൊടുത്തില്ലെങ്കിൽ വിക്കാണല്ലോ. അതല്ല, നിങ്ങള് വിക്കണ കാര്യമാണ് ഞാൻ പറയണത്. അറിയാലോ, എല്ലാവർക്കും അറിയാലോ ദേഷ്യം വന്നാലുള്ള കാര്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് വേണ്ടെന്നാണ് റസിയുടെ അഭിപ്രായം. നമ്മുടെ കമ്പനി കമ്പനി വേണ്ടെന്നല്ല, കമ്പനിയൊക്കെ നിങ്ങൾ നടത്തിക്കോ. ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടി വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അത് വിൽച്ചാൽ ഞങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കിത്താ. അഭിപ്രായം പറയട്ടെ. അച്ചാർ കമ്പനി അത് വിൽക്കുക, അംബാനിയാവെന്നൊക്കെ ഉള്ളത് നല്ല ഐഡിയ തന്നെയാണ്. ഇപ്പൊ ഇച്ചായൻ പറഞ്ഞു അവിടെ എന്തോ ഭയങ്കര വലിയ മീറ്റിംഗ് നടക്കുവാണ്, നീ അങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു 5000 രൂപ കിട്ടുന്ന പണി ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് അതിൽ കൂടുതൽ പൈസ കിട്ടുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞു വരണേ, ഞാൻ പറയട്ടെ. അത് ഞാൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ അറിയണത്
രാവിലെ മുതൽ രാത്രി വരെ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വീണ്ടും ഒരു പണി തരുന്നതാണ് ഈ അച്ചാർ കമ്പനിയുടെ. ഈ ഇച്ചായനുണ്ടല്ലോ ഇന്നേ വരെ പണിയെടുത്തിട്ട് 1 രൂപ പോലും എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്നാടി നീ വീട്ടിന് വേണ്ടിട്ട് ചെലവാക്കിക്കോന്നു. രണ്ടുപേരേ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്ക്, ഇവർക്ക് അറിയുന്നതാണ് ഇതൊക്കെ. എന്താണ് കണ്ടടച്ച് കാണിക്കണേ? ഇതിപ്പോ നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പണിയെടുത്തിട്ടാണ് എന്റെ വീട് കഴിഞ്ഞു പോണത് അല്ലേ? ഈ അച്ചാർ കമ്പനി ഉണ്ടാക്കിയിട്ട് അത് ആരുണ്ടാക്കി? ഞങ്ങള് കിടന്ന് കഷ്ടപ്പെടണ്ടേ? ജെസ്സി, നിങ്ങളിപ്പോ നമ്മളൊരു നല്ല കാര്യം മുന്നോട്ട് വെച്ചിട്ട് നിങ്ങളത് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കണത് അത്ര ഒരു ഇതല്ല. ഇല്ല വലിയ ഇനി ആൾക്കാരുണ്ടല്ലോ, അത് പറയരുത്. നല്ല രീതിയിൽ ചിന്തിക്കേ. ഇനി എന്താണ് മല്ലിയ, നീ എന്താ പറയണത്? ഇവിടെ നമ്മുടെ വീട്ടിലെ ആൾക്കാർ വന്ന് വാസൂട്ടിയെ ഒന്ന് പണിക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കും. ഒന്ന് കുറ്റിയടിക്കാനും ഒന്ന് സ്ഥാനം കാണാനും. അതിന് പോവാൻ വയ്യ. ഇനി എല്ലാ വീട്ടിലും പോയിട്ട് നിങ്ങൾ അച്ചാർ കൊണ്ടുപോയി കൊടുക്കും. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇതിപ്പോ എന്താ ഇവിടെ നടക്കണത്? ഇത് അച്ചാറിന്റെ മീറ്റിംഗ് ആണോ അതോ ആണുങ്ങളെ കുറ്റം പറയണ മീറ്റിംഗ്? എന്താ ഇത്? ആശാൻ പറഞ്ഞ കറക്റ്റ്. ഇത്ത പറഞ്ഞത് പോയിന്റ്. എല്ലാരും കൂടി അമ്മ പറയാ. നിങ്ങൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞല്ലേ, ഇനി ഞാൻ എന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഭൂലോകത്ത് എന്റെ ഭർത്താവ് ചെല്ലപ്പനാശാരിയെ പോലെ ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ഒരു പെമ്പളെ മുന്നാലെ വന്ന് നിൽക്കൂടാതെ അഹങ്കാരം പറയരുത്. അദ്ദേഹം എന്റെ പിറകെ വന്നിട്ടുള്ള, അല്ലാതെ ഇങ്ങനെ. അവർ നിങ്ങളുടെ പിറകെ നടക്കുമ്പോ നിങ്ങൾ അവരുടെ മുന്നിലല്ലേ. എന്റെ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാ, ഇതുപോലൊരു മോനെ പെറ്റുപോയി. ഈ 2 എണ്ണത്തിന് ഞാൻ പാല് കൊടുത്ത്, 2ഉം നന്നായില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അച്ചാറ് കിച്ചാറെന്നും പറഞ്ഞ് എന്റെ ഈ പെമ്പിളാരുടെ അറിയാമല്ലോ പറഞ്ഞാ നിന്റെയൊക്കെ മുട്ടുകാരി ഞാൻ തന്നെ ഓടിക്കും. ഇങ്ങനെ നന്നാനൊരു കാര്യം തീരുമാനിച്ചത് വേണ്ടെന്നാണ് പറയണത് എല്ലാവരും. ഞങ്ങൾ ബന്ധിച്ചിട്ട് കൈയടിച്ചേ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പദ്ധതി കൊണ്ടുണ്ട് ഈ കുടുംബത്തിന്റെ ഗുണത്തിന് വേണ്ടിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് നടത്താൻ ഇല്ലെങ്കിൽ വേണ്ട, എന്റെ കുടുംബത്തിൽ പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്.